ഈ വീഡിയോയിൽ വളരെ ക്വിക്ക് ആയിട്ടുള്ള കുറേ യൂറോപ്യൻ അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ, ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ ആ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനിലെ സെലൻസ്കി, നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്ന കണക്കിന് സൗദി അറേബ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ക്രൗൺ പ്രിൻസുമായിട്ടുള്ള മീറ്റിംഗ് നടന്നായിരുന്നു. അതിനുശേഷം പുള്ളി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള US റെപ്രസെൻറ്റേറ്റീവ്, ഇത് ഉക്രൈൻ റഷ്യ മീഡിയേഷൻ എന്നുള്ള നിലയിൽ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാലും ഇത് പ്രധാനമായിട്ട് അമേരിക്കയ്ക്ക് റെയർ എർത്ത് മിനറൽ ആ ഒരു ഡീലിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. റഷ്യ ഉക്രൈൻ യുദ്ധം ഇതാ ഇന്നോ നാളെയോ മറ്റും തീരാൻ പോകുന്ന രീതിയിലുള്ള ഇന്ന് എന്താ കരാറൊക്കെ ഒപ്പിടുന്നതാണ് ഒരു വാർത്തകളൊക്കെ വരുന്നത്. കരാറൊന്നും ഒപ്പിടത്തില്ല. ഇന്ന് പ്രാഥമികമായിട്ട് അവിടെ പോയിരിക്കുന്നത് അമേരിക്കയ്ക്ക് ട്രംപിന് എന്താണോ വേണ്ടത് അത് ആദ്യം കൊടുക്കുക, അതിനു വേണ്ടിയിട്ടാണ് അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസിൽ ചെന്നിട്ട് ട്രംപ് സെലൻസ്കി ഒരു ക്ലാഷ് ഉണ്ടായതിനു ശേഷം സെലൻസ്കി ഭാഗികമായിട്ടൊരു മാപ്പപേക്ഷയൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഉക്രൈനിലെ സെലൻസ്കിയുടെ അവസ്ഥ പൊസിഷൻ കുറച്ച് ഡൗൺ ആണ്. അമേരിക്ക കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു നെഗോസിയേഷൻ, അത് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഇനി അമേരിക്കയെ അങ്ങോട്ട് മുഷിപ്പിക്കാണ്ട് ഏതെങ്കിലും രീതിയിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കാനായിരിക്കും മാക്സിമം സെലൻസ്കി ശ്രമിക്കുക എന്നുള്ളത്. കാരണം സെലൻസ്കിക്ക് നല്ല രീതിയിൽ ഫണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ട്, ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയൻ ആയാലും നാറ്റോ ആയാലും ഒരു പരിധിയുണ്ട് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം റിയലൈസ് ചെയ്തുകൊണ്ടാണ് ഉക്രൈനിലെ സെലൻസ്കി ഇപ്പൊ ഇന്നലെ സ്റ്റാർമറിനെ വിളിച്ചിട്ട് ഈ ഒരു യൂറോപ്യൻ യൂണിയനിൽ നമ്മൾ വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്കും സ്റ്റാർമർ UK തന്നെ ബില്ല് പാസ്സാക്കിയല്ലോ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പൈസ ചോദിച്ചപ്പോൾ ഇതാ നടക്കുന്ന സ്റ്റാർമർ പറഞ്ഞേക്കാണ്, അയ്യോ ആ മീറ്റിംഗ് വലിയ മീറ്റിംഗ് അല്ല, ഇനി നമ്മൾ വേറൊരു മീറ്റിംഗ് കൂടെ വിളിച്ചു കൂട്ടാനുണ്ട്, ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പൈസയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന്. ഇനിയിപ്പോ അത് എന്ന് വിളിച്ച് എന്ന് പൈസ കിട്ടാൻ? ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെയാണെങ്കിൽ റഷ്യ അതിരൂക്ഷമായ രീതിയിൽ ഖേർസ്ക് മേഖലയിൽ ഭീകരമായ ആക്രമണമാണ്, ഡ്രോൺ അറ്റാക്കാണ് നടത്തിയത്. നല്ല രീതിയിലുള്ള ആക്രമണം, ഒരുപാട് കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന്, അതായത് ഇത് സൗദി അറേബ്യയില് സെലൻസ്കി മീറ്റിംഗ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടൈമിൽ തന്നെ ഇവിടെ അറ്റാക്ക് നടക്കുകയാണ്. റഷ്യക്കുള്ളിൽ കേഴ്സ്ക് മേഖലയിൽ ഏതാണ്ട് 300+ ഡ്രോൺ വെച്ചിട്ടാണ് ആക്രമണം നടത്തുന്നത്. ഉക്രൈൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. തിരിച്ചടിക്കുമ്പോഴത്തേക്കും ഏതാണ്ട് റീസണബിൾ നമ്പർ ഓഫ് ഡ്രോൺസ് മോസ്കോ വരെ റീച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ മോസ്കോയിൽ പൊട്ടിയ ചില്ലിന്റെ ഫോട്ടോ ഒക്കെ കിടപ്പുണ്ട്. ആ രീതിയിൽ റഷ്യക്കുള്ളിൽ അതിരൂക്ഷമായ ആക്രമണം ഉക്രൈൻ ഇപ്പൊ ഇന്ന് നടത്തുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ബാക്ക് ടു ബാക്ക് ഭയങ്കരമായിട്ടുള്ള ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഇവിടെ മിനറൽ ഡീലിന്റെ ഒരു കരാറാണ് ഇവിടെ ഒപ്പിടാൻ പോകുന്നത്. അപ്പൊ സെലൻസ്കിക്ക് എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ്സ് ഉണ്ടാവും. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ്സ്, പൈസയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീൽ സൈൻ ചെയ്താൽ മാത്രമേ, അന്ന് ഞാൻ പറഞ്ഞല്ലോ 4 ബില്യൺ ഇവർക്ക് വേണ്ടി ഒതുക്കി വെച്ചിരുന്നത്, ആ 4 ബില്യൺ എയ്ഡ് ആണ് ഇസ്രായേൽ അങ്ങ് എടുത്തുകൊണ്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇനി എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു മിനറൽ ഡീൽ ഒപ്പിട്ടാൽ മാത്രമേ അമേരിക്കയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു എയ്ഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഡീൽ സൈൻ ചെയ്യണം. ഈ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ പരാജയമാണ്. എവിടെ? യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മാക്രോന്റെ ടീമുകൾക്ക് വലിയ പരാജയമാണ്. ഈ രീതിയിലാണ് ഇപ്പൊ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർമർ വളരെ കോമഡിയാണ്. സ്റ്റാർമർ അന്ന് വിളിച്ചു കൂട്ടിയതിന് സ്റ്റാർമർ പറഞ്ഞിരിക്കുക, അന്ന് നീ US പോയിട്ട് വിഷമത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഇനി വിളിച്ചു കൂട്ടാൻ പോകുന്ന മീറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഫണ്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടാൻ പോകുന്നത്. വളരെ ബാലിശമായ ആർഗ്യുമെന്റുകളൊക്കെയാണ് ഈ UK സ്റ്റാർമർ ഉയർത്തുന്നത്. ഇത്തരം എക്സ്പീരിയൻസുകൾ ഉക്രൈനിലെ സെലൻസ്കി അർഹിക്കുന്നു എന്ന് വേണം പറയാൻ. ഉക്രൈനിലെ സെലൻസ്കി സംസാരിക്കാത്ത വേൾഡ് ഫോറംസ് ഇല്ല. ഉക്രൈനിലെ സെലൻസ്കി സംസാരിക്കാത്ത യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളില്ല. എല്ലാ രാജ്യങ്ങളിലും പോയി സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ റേസ് ചെയ്യാനും അതിനെ വളരെ എമോഷണലി അത് കൺവേ ചെയ്യാനും വളരെ നല്ല രീതിയിൽ ആ ജനക്കൂട്ടങ്ങളിൽ നിന്ന് അപ്രിസിയേഷൻ മേടിക്കാനും, അതേപോലെ തന്നെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ യുദ്ധത്തിലാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ അടുത്ത് വരാൻ പോകുന്ന ഒരു ഭീഷണിയാണ്, അതിനെയാണ് ഞാൻ ഇന്ന് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഉദാരമായ സംഭാവനകൾ തന്ന് എന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ എവിടെയും പോയി ചോദിക്കാൻ ഒരു മടിയില്ലാതെ ഇത്രയും നാളും ചോദിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും നടന്നിരുന്ന വ്യക്തി തന്നെയാണ് ഈ സെലൻസ്കി. എന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? മാസ്റ്റർ ഇവിടെ പിൻവലിഞ്ഞു. ആരാണ് മാസ്റ്റർ? വൺ ആൻഡ് ഓൺലി മാസ്റ്റർ അമേരിക്ക. ഉക്രൈനെ വെച്ച് യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന 3 മാസ്റ്റേഴ്സിൽ അമേരിക്ക സിംഗിൾ മാസ്റ്റർ, പിന്നെ നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, ഇവരാണ് ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ മാസ്റ്റേഴ്സിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സിംഗിൾ മാസ്റ്റർ പിൻവലിഞ്ഞതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവർക്ക് ദുരന്തമായി തന്നെ മാറിയത്. ഇതിനെല്ലാം നാച്ചുറൽ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള കളികളാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം റഷ്യയിൽ നിന്ന് ഇവര് ഗ്യാസ് മേടിച്ചുകൊണ്ടിരുന്നു. ഈ ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ഉടനെ ഈ ഒരു ഗ്യാസിന്റെ വരവ് ഒരുപാട് കുറഞ്ഞ് ഉക്രൈൻ തന്നെ പർപ്പസ്ഫുള്ളി ഒരു ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഒക്കെ പൊട്ടിച്ചു. അപ്പൊ അങ്ങനെ യൂറോപ്പ് നല്ല രീതിയിൽ അതിന്റെ ഗ്യാസിന്റെ ഒരു, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരാതിയാണ്. അപ്പൊ ഇതിന് റഷ്യക്ക് ബദലായിട്ട് നമ്മൾ എവിടെ നിന്നൊരു ഗ്യാസ് കണ്ടെത്തും എന്ന് കണ്ടെത്തിയതാണ് ആഫ്രിക്കയിൽ. അപ്പൊ വീണ്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആഫ്രിക്കയിലോട്ട്. ഇവർ ഗോൾഡ്, യുറേനിയം പോലത്തെ റെയർ എർത്ത് മിനറൽസ് ഒക്കെ കൊണ്ടുവന്ന് ഇവർ എന്താണ് പണി കാണിച്ചതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്.
അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് അടുത്ത് ഗ്യാസിന്റെ ഷോർട്ടേജ്. ഇപ്പൊ ഇവർ ഗ്യാസിനും ഇവർ പോകുന്നത് എവിടെയാണെന്ന് നോക്കിക്കോ. ഗ്യാസിന് ഇവർ പോകുന്നത് ആഫ്രിക്കയിലാണ്. സഹറാൻ ഗ്യാസ് പൈപ്പ് ലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 കമ്പനികളാണ് ഇതിന്റെ പുറകിലുള്ളത്. അതിൽ ഒരു കമ്പനി നൈജീരിയൻ കമ്പനി, ഇനി ഒരു കമ്പനി അൾജീരിയൻ കമ്പനിയാണ്. മനസ്സിലായി? 2 ഗവൺമെന്റിന്റെ പാർട്ണർഷിപ്പ് ഉള്ള കമ്പനിയാണ്. കൂടാതെ ഇവിടെ കുറെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് മേജറായിട്ട് 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൾജീരിയ ഉൾപ്പെടെ ആഫ്രിക്കൻ റീജിയനിൽ പല രാജ്യങ്ങളിലും നിന്നുള്ള ഗ്യാസുകളെല്ലാം കൂടെ പൈപ്പ് ലൈനിൽ കൂടെ ഇവർ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് സഹറാൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു പൈപ്പ് ലൈനിലൂടെ ഇവർ യൂറോപ്പിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഇവർ ഇട്ടിരുന്നത്. ആരൊക്കെയാണ്? അമേരിക്ക, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ. ഇവരാണ് ഇതിന്റെ മേജർ പാർട്ട്നേഴ്സ് ആയിട്ട് ഇതിനകത്ത് ഉള്ളിലുണ്ടായിരുന്നത്. നൈജീരിയയുടെ ഏറ്റവും താഴത്തെ പോർഷനിൽ നിന്ന് വേണം ഈ ഒരു ഗ്യാസ് മേജറായിട്ട് അവിടെ നിന്നാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ പൈപ്പ് ലൈൻ. ത്രൂ ഔട്ട് ഈ പൈപ്പ് ലൈൻ ഇവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ റീജിയനിലെ പല രാജ്യങ്ങളിലും ഇരുന്നുള്ള ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഇതിനകത്ത് ഇവിടെ കണക്ട് ചെയ്യും. ഈ കണക്ട് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഈ ഒരു സഹറാൻ പൈപ്പ് ലൈൻ പോകുന്നത് അൾജീരിയയിലാണ്. അൾജീരിയ US-ന്റെ സപ്പോർട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു കാലത്തെ US-ന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇപ്പം US-ന് അൾജീരിയയിൽ ഇൻഫ്ലുവൻസ് ഇല്ല. ഇപ്പൊ റഷ്യക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. ഈ ആഫ്രിക്കൻ റീജിയനിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് വാഗ്നർ ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. റഷ്യയും ഡയറക്റ്റ് ആയിട്ട് അവിടെ ഇറങ്ങി ഒന്നും ചെയ്യുന്നില്ല. റഷ്യ ചില വെപ്പൺ മെറ്റീരിയൽസ്, ഡിഫൻസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി കൊടുക്കുന്നില്ലാണ്ട് റഷ്യ ഡയറക്റ്റ് ആയിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞ റഷ്യ അവിടെ ഈ ഒരു വാഗ്നർ ഗ്രൂപ്പിനെയാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്. വാഗ്നർ ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയും തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഈ വാഗ്നർ ഗ്രൂപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ മൈനിങ് കമ്പനീസ് ഒക്കെ ഉണ്ട് ഈ ആഫ്രിക്കൻ റീജിയനിൽ, ഇല്ലാന്നില്ല. യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന മൈനിങ്ങിൽ എന്ത് മൈനിങ് നടത്തിയാലും ഇവര് 5% മാത്രമേ ആ രാജ്യത്തിന് കൊടുക്കുള്ളൂ. ബാക്കി 95% ഇവർ എടുത്തോണ്ട് പോകും. ഇതാണ് പ്രശ്നം. ഇവിടെ വാഗ്നർ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഗ്നർ ഗ്രൂപ്പ് എടുക്കുന്നതിൽ 25% അവരെടുക്കും. 25% അവരുടെ പ്രോഫിറ്റ്, 75% ഇവർ ആ രാജ്യത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ വാഗ്നർ ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ചില രാജ്യങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം അത് വേറൊരു വലിയൊരു സബ്ജക്ട് ആണ്. പ്രിഗോഷിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാഗ്നറുടെ ലീഡർ ആയിട്ടുള്ള പ്രിഗോഷിനൊക്കെ ബന്ധപ്പെട്ടിട്ട് അത് വലിയ വേറൊരു സബ്ജക്ട് തന്നെയാണ്. റഷ്യയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വേറൊരു സബ്ജക്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടതാണ്. മൈനിങ് കൊണ്ട് മൈനിങ് നടത്തണം. ഈ രാജ്യങ്ങൾ ഭരിക്കുന്ന ഈ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഏത് ഉദ്യോഗസ്ഥരായാലും മൈനിങ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടണം. ആ രാജ്യത്തിന് എന്തെങ്കിലും പുരോഗതി സംഭവിക്കണം, എക്കണോമിക്കലി നല്ല രീതിയിലുള്ള പുരോഗതി വരണം എന്ന് തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ ഫ്രാൻസിനെയും യൂറോപ്യൻ യൂണിയനെയൊക്കെ ഇവർ വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം ഒറ്റൊരു കാരണമാണ്, 95% ഇവർ എടുക്കുന്നത് കൊണ്ടാണ്. ഇവർക്ക് അവിടെ നെഗോഷിയേറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു. പക്ഷേ അവിടെ അതിനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇവർ വളരെ ലോങ് ടൈമായിട്ട് ഈ ഒരു ലൂട്ടിങ് നടത്തുന്നുണ്ട്. കുറെ കാലമായിട്ട് ആ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ഇവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് പൊസിഷനിൽ ഇരുത്തി വെച്ചിട്ട് ഇവരുടെ കൗൺസിലേറ്റ് ഓഫീസ് വരെ ആ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ കൗൺസിലേറ്റ് കാര്യങ്ങളൊക്കെ ഇവർ വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 600 മീറ്റർ ഡിസ്റ്റൻസിലാണ്, അതായത് ഈ ബുർക്കിനോഫാസയിലെ ആ ഒരു ഭരണശിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഏതാണ്ട് 600 മീറ്റർ അടുത്താണ് ഈ ഒരു ഫ്രാൻസിന്റെ എംബസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം. ആ രീതിയിൽ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇരുന്നുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യം തന്നെ ഇവർ ഭരിക്കുന്ന അവസ്ഥയിലാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഇതൊക്കെ തന്നെയാണ് അവിടെ ജനവികാരം പൊട്ടിപ്പുറപ്പാനുള്ള കാരണവും ഇവരെ എടുത്ത് പുറത്തോട്ടിടണം ദൃഢമായ തീരുമാനം ജനങ്ങൾ എടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഖനനം ആർക്കെങ്കിലും കൊടുക്കണം, ഈ മൈനിങ് ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവിടെ തീർച്ചയായിട്ടും ഈ ഒരു വാഗ്നർ ഗ്രൂപ്പ് പോലത്തെ ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് വരുന്നത്. വാഗ്നർ ഗ്രൂപ്പ് ആണെങ്കിൽ അവർ 75% ഈ രാജ്യത്തിന് തന്നെ കൊടുക്കും, 25% അവരെടുക്കും. ഇതിലൊക്കെ ഒരു ന്യായം, ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെ വേണ്ടേ? ആ രാജ്യത്തിന് എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇനി മാറി ചിന്തിക്കുന്നത്. പക്ഷേ ഫ്രാൻസിന് ഇപ്പോഴും ആഫ്രിക്കൻ റീജിയനിൽ ഞാൻ പറഞ്ഞ ഈ ഒരു 3 രാജ്യങ്ങൾ ബുർക്കിനോഫാസോ, നൈജർ, മാലി, ഇവിടെയൊന്നും സ്ട്രോങ് ആയിട്ട് അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി. അപ്പൊ ഇവരുടെ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ 3 രാജ്യങ്ങളിലും ഇവർക്ക് വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. ആർക്ക്? ഫ്രാൻസിനും ഇൻഫ്ലുവൻസ് ഇല്ല, യൂറോപ്യൻ യൂണിയൻ ഇൻഫ്ലുവൻസ് ഇല്ല, അമേരിക്കയ്ക്ക് ഇൻഫ്ലുവൻസ് ഇല്ല. ഈ ഒരു 3 രാജ്യങ്ങളിലും നൈജർ, മാലി, ബുർക്കിനോഫാസോ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ നൈജീരിയയിൽ നിന്നും ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പൈപ്പ് ലൈൻ പദ്ധതി നടക്കൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോംപ്ലക്സിറ്റി. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച നൈജറുമായിട്ട് ചർച്ച നടത്തി. നൈജറും നൈജീരിയയും അൾജീരിയയും കൂടെ ചേർന്നിട്ട്, അതായത് MOU ഒപ്പുവെച്ചിട്ടുണ്ട്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചിരിക്കുകയാണ് ഈ പൈപ്പ് ലൈൻ, ഈ സഹറാൻ ഗ്യാസ് പൈപ്പ് ലൈനെ കുറിച്ച്. ഈ സഹറാൻ ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്രൂ ഔട്ട് നൈജീരിയ മുതൽ അങ്ങ് നേരെ നൈജർ ത്രൂ കടന്ന് അൾജീരിയയിൽ വരികയാണ്. അൾജീരിയയിൽ ഒരു സെൻട്രൽ കണക്ടിവിറ്റി ഉണ്ട്. അവിടെ നിന്ന് പല സ്ഥലങ്ങൾക്കും ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് സ്പെയിൻ ത്രൂ ഒരു കണക്ഷൻ, അതേപോലെ ഇറ്റലി ത്രൂ ഒരു കണക്ഷൻ. അപ്പൊ അങ്ങനെ യൂറോപ്പിലേക്കൊക്കെ പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര്, റഷ്യക്ക് ബദൽ മാർഗമാണ് ഇവർ ഒരുക്കുന്നത്. അപ്പൊ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവും നമുക്കറിയത്തില്ല. ഇത് അടുത്ത ചാലഞ്ച് സൃഷ്ടിക്കാൻ പോകുന്ന ഇനി വരും വർഷങ്ങളിൽ, അതായത് ഇപ്പൊ 2025, 26, 27 എപ്പോഴൊക്കെ ഈ ഒരു സഹറാൻ ഗ്യാസ് പൈപ്പ് ലൈൻ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആവുന്നു, അതിനനുസരിച്ച് വാഗ്നർ ഗ്രൂപ്പും അവിടെ പ്രഷർ ഇടും. കാരണം റഷ്യ അതിനെ കൗണ്ടർ ചെയ്യുമല്ലോ.
അപ്പൊ ഇവരുടെ കൗണ്ടർ ആഫ്രിക്ക, യൂറോപ്പ് റീജിയനിൽ തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്ക് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും എസ്കലേറ്റ് ആവും എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അഥവാ ഈ ഒരു ഉക്രൈനിലെ യുദ്ധം തീർന്നാലും ഇവരുടെ യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായിട്ടുള്ള ബന്ധം തീരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അത് വീണ്ടും വരും, അത് വരാൻ പോവാണ്. അത് ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് വരാൻ പോവാണ്. നമ്മളിപ്പോൾ ആഫ്രിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ ഈജിപ്റ്റ്, അൾജീരിയ, നൈജീരിയ, ഇവിടെയൊക്കെ തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആർമി ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അത്ര ശക്തമായിട്ടുള്ള ആർമി ഇല്ല. ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഒന്ന് ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ചെറുക്കാം, അതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫ്രാൻസും അമേരിക്കയും യൂറോപ്യൻ യൂണിയനൊക്കെ സ്മൂത്ത് ആയിട്ടൊന്ന് വലിഞ്ഞ് പുറകോട്ട് നിന്നതിന്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കണ്ട, ഇത്രയും നാളെ എടുത്തത് മതി, വേണമെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വേറെ രീതിയിൽ നോക്കാം, എങ്ങനെയെങ്കിലും ഒരു പൈപ്പ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എയിമായിട്ട് ഉണ്ടായിരുന്നത്. ആ ഒരു ഡിസ്കഷൻസ് ഒക്കെ ബാക്ക് ഡോറിൽ നടന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ തൽക്കാലം ആഫ്രിക്കയിൽ ഈ ഒരു നൈജർ ഉൾപ്പെടെയുള്ള നൈജർ, മാലി, ബുർക്കിനോഫാസോ ഈ ഒരു മേഖലയിലൊക്കെ ചെറിയൊരു സമാധാനം നിലനിൽക്കുന്നത്. പക്ഷെ ഈ സമാധാനം അധികകാലം നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, സഹറാൻ ഗ്യാസ് പൈപ്പ് ലൈൻ. യൂറോപ്പിനും ഈ ഫ്രാൻസിനൊക്കെ കിട്ടിയ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് ഭരണത്തിൽ വന്നതാണ്. ട്രംപ് വന്നതുകൊണ്ട് പുടിനുമായിട്ട് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ട്രംപ് അങ്ങ് ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ് ഇതിനകത്ത് വലിയ പ്രശ്നം. പുടിനുമായിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ട്രംപിന്. ആ ഫ്ലെക്സിബിലിറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. റഷ്യയുടെ മേളിലിരിക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു ഓയിൽ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാങ്ഷൻ ഉണ്ട്. ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട സാങ്ഷൻസ് എടുത്തു കളഞ്ഞാലോ എന്ന് അമേരിക്ക ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകളും സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അഥവാ ഈ ഒരു ഓയിലിന്റെ സാങ്ഷൻ എടുത്തു കളയുമ്പം വീണ്ടും ഈ ഒരു യൂറോപ്യൻ യൂണിയൻസ് വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും. അവർ അമേരിക്കയ്ക്കെതിരെ ഓപ്പൺ ആയിട്ട് പല സ്റ്റേറ്റ്മെന്റുകളും പറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇന്ന് സൗദി അറേബ്യയിലെ സെലൻസ്കിയുമായിട്ട് നടക്കുന്ന ചർച്ച ജസ്റ്റ് ഈ ഒരു മിനറൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയിട്ട് അതാണ് ചർച്ച. പിന്നെ സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ഈ ഒരു റഷ്യയുമായിട്ടുള്ള പീസ് ഡീലിന് ഇനി എന്തൊക്കെയാണ് നെഗോസിയേഷൻ, അങ്ങനെ ചില പോയിന്റ്സും ഉക്രൈൻ്റെ ചില കൺസേൺ ഒക്കെ ചോദിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുമായിരിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. എലോൺ മസ്കിന്റെ ടെസ്ല കമ്പനി അത് കുറച്ച് താഴോട്ട് പോകും എന്നുള്ളത് ഒരു മാസത്തിന് മുമ്പേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് ടെസ്ലയുടെ സ്റ്റോക്ക് 14% താഴോട്ട് പോയിരിക്കുകയാണ്. ഇത് വേറെ കാരണമൊന്നുമില്ല. ഇതൊക്കെ അമേരിക്കയിൽ സംഭവിക്കും. ടെസ്ലയുടെ ഷെയർ താഴോട്ട് പോകാൻ യൂറോപ്പിലെമ്പാടും അമേരിക്കയിൽ ഒരു വിഭാഗം ആൾക്കാരും ഈ കാർ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. വേറെ ഒന്നുമില്ല. ഇതാണ് ഇയാളുടെ ഇലോൺ മസ്കിന്റെ പൊളിറ്റിക്കൽ എൻട്രി. ഗവൺമെന്റിൽ എടുക്കുന്ന പല ആക്ഷൻസും പല ആൾക്കാരെ അഫക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതൊക്കെ ഞാൻ എലോൺ മസ്കിനെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇത് ഏതൊരാൾക്കും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഒരു ബിസിനസ്മാനിന് വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ യൂറോപ്പിൽ മൊത്തം ഈ ഒരു ടെസ്ലയ്ക്ക് അവഗണന ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ കാറിന്റെ സ്റ്റോക്ക് താഴോട്ട് പോകുന്നത്. 14% ഇപ്പം മൂക്കുമുത്തി വീണിരിക്കുകയാണ്. ട്രംപ് അതിന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ കുറെ സ്റ്റോക്സ് മേടിക്കാം എന്നുള്ള രീതിയിൽ. ട്രംപിന് തന്നെ ഒരു അടി വരുന്നുണ്ട്. ട്രംപിന്റെ എക്കണോമിക് പോളിസി കൊണ്ട് നാസ്ഡാക്ക് 4% ഡൗൺ ചെയ്തിരിക്കുകയാണ്. നാസ്ഡാക്ക് എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 4% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന്. ഇതൊക്കെ ഈ ഒരു ഇതൊക്കെ ഈ ഒരു എക്കണോമിക് പോളിസിയിൽ ഉണ്ടായ ചേഞ്ച് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ സഹറാൻ ഗ്യാസ് പൈപ്പ് ലൈനെ കുറിച്ച് നമ്മൾ നോക്കണം. ഏതാണ്ട് 4000+ കിലോമീറ്റർ ദൂരപരിധിയിൽ പൈപ്പ് ലൈൻ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണക്ടിവിറ്റി, വലിയൊരു ലോങ് പ്രോജക്റ്റ് ആണ്. ആ ഒരു പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട്, ആ പ്രോജക്റ്റ് നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പ് നല്ല രീതിയിൽ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ റഷ്യ വാഗ്നർ ഗ്രൂപ്പുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും പതിയെ നൈജറിനെ ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ട് MOU സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. ഇനി ഈ നൈജർ, ബുർക്കിനോഫാസോ, മാലി ഈ രാജ്യങ്ങളിലൊക്കെ ഏത് തലത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയണം. വലിയൊരു പദ്ധതിയാണ്, ഭീമമായ പദ്ധതിയാണ്. ഏതാണ്ട് 30 ബില്യൺ ക്യൂബിക് ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള പൈപ്പ് ലൈൻ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 2 കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സോനാടെക് എന്ന് പറഞ്ഞൊരു കമ്പനി, പിന്നെ NNPC എന്ന് പറഞ്ഞൊരു കമ്പനി. ഈ 2 കമ്പനിയുമാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആലോചിക്കണം, ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യം എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ കൊണ്ടുവരുന്നു. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആരെ കൊന്നിട്ട് വേണമെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഒരു പദ്ധതി. ഇത് തന്നെയാണ് അവരുടെ നയം. അവരൊരു സ്ഥലത്ത് നിന്ന് പുറകോട്ട് പോകുന്നെങ്കിൽ അവർ 10 തവണ ആലോചിച്ചിട്ടുണ്ടാവും നമ്മൾ എങ്ങനെ ഇവിടെ തിരിച്ചു വരണം, എന്താണ് നമ്മുടെ എയിം, എന്തെങ്കിലുമൊക്കെ പുറകിൽ ഒരു പ്ലാൻ ഉണ്ടാവും. ഈ ഒരു പദ്ധതിയുമായിട്ടാണ് അവർ ഇത്രയും കാലം ഇങ്ങനെ നിന്ന് പോകുന്നത്. കാരണം ഇവർക്ക് ഒരുപാട് എനർജി വേണം, ഇവർക്ക് ഗ്യാസ് വേണം, ഇവർക്ക് അവരുടെ കാലാവസ്ഥ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം മറ്റുള്ളവരെ എങ്ങനെ ചൂഷണം ചെയ്യാം. അപ്പൊ ഇതിന് ന്യായമായ ഒരു വില കൊടുത്ത് മേടിക്കുക എന്നുള്ളതല്ല, ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി. അതാണ് ഞാനിവിടെ റിവീൽ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഈ ചൂഷണത്തിനെ തടയാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ടത് ന്യായമായിട്ട് അവർക്ക് കൊടുത്തോണ്ട് ഈ ഒരു ഖനനത്തിലൊക്കെ ഏർപ്പെടാനുള്ള രീതിയിലുള്ള പല മാന്യമായ കമ്പനികളുണ്ട് ഈ ലോകത്ത്. അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം.
ഈ ഒരു യൂറോപ്യൻ യൂണിയൻ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബന്ധപ്പെട്ട രാജ്യങ്ങൾ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കമ്പനി വെച്ചിട്ട് അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ അവരെ സഹായിക്കും. അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വരാൻ പോകുന്നത്? ടെക്നോളജി. ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനികളെ കൊണ്ട് അവിടെ സ്ഥാപിച്ചാൽ മതി. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടത് ന്യായമായിട്ട് അവർക്ക് കൊടുക്കുകയും അതുപോലെ കിട്ടേണ്ട വിഹിതം കൃത്യമായിട്ട് ആ കമ്പനികൾക്ക് കിട്ടുകയും ചെയ്യുന്ന രീതിയിൽ ഒരു മാന്യമായ രീതിയിലുള്ള ഒരു ഡീലാണ് ഇവിടെ വേണ്ടത്. അപ്പൊ അത് ആരാണോ കൊടുക്കുന്നത് അവർക്ക് ആ കച്ചവടം ചെയ്യാം, ബിസിനസ് ചെയ്യാൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഉക്രൈനിൽ നിങ്ങൾ നോക്കൂ, ബ്ലാക്ക് റോക്ക് സംഘടനകൾ ഉൾപ്പെടെ പല രീതിയിലുള്ള ആൾക്കാരും ഉക്രൈനെ എയിം ചെയ്തിരിപ്പുണ്ട്. ഈ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം ഏത് രീതിയിൽ ചിന്നിച്ചിതറി പോകും എന്നുള്ളത് ഈ ഒരു സെലൻസ്കി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, യുദ്ധം നിർത്താൻ എത്രത്തോളം താമസം സെലൻസ്കി ഉണ്ടാക്കുന്നോ ആ രീതിയിൽ ആ രാജ്യം നശിക്കും എന്നുള്ളത് വളരെ വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ ഏതൊക്കെ ഈ യൂറോപ്യൻസ് എവിടെയൊക്കെ പോയി തലയിട്ടിട്ടുണ്ടോ അവന്മാരെല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.